നാലാം ബ്രഹ്മ ഭാഷ്യം. ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചൊരു ചോദ്യമാണ്. ശ്രവണകാലത്ത് തന്നെ ഉണ്ടാകുന്ന ആത്മബോധം ചില പ്രാരബ്ധങ്ങൾ കൊണ്ട് മറഞ്ഞിരിക്കുന്നു. ശരിയാണ്. മറയുകയെന്ന് വെച്ചാൽ അഭിഭവം കീഴ്പ്പെട്ടിരിക്കും. ജ്ഞാനത്തെ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയ വിപര്യങ്ങൾ, അതാണ് മുഖ്യമായിട്ട്. ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. അതിനെ മറയ്ക്കുക എന്ന് പറയുന്നത് ഇതാണ്. അത് സംശയം. അജ്ഞാനം വിപര്യം വരിക. അപ്പോൾ ഒരു അജ്ഞാന സംശയ വീര്യങ്ങൾ ഒന്നിൽ വരണമെങ്കിൽ ഇതെല്ലാം അത് ജ്ഞാനം ഉണ്ടായാലേ സാധ്യമാകും. അതാ വരത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഇരുളിലല്ലെങ്കിൽ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രസിദ്ധമായ ഉദാഹരണം സ്ഥാണുർവ പുരുഷവ. ഒരു തൂണ് കണ്ടിട്ട് അത് മനുഷ്യനാണോ എന്ന് സംശയിക്കുന്നു. അവിടെ ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായാലേ സംശയം ഉണ്ടാകത്തുള്ളൂ. തൂണേ കാണുന്നില്ലെങ്കിൽ പിന്നെ ഇത് തൂണാണോ അത് മനുഷ്യനാണോ എന്നൊരു സംശയം ഉണ്ടാകത്തില്ല. അപ്പോൾ ആദ്യം ജ്ഞാനം, ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിൽ വരുന്ന എന്തോ ചില പോരായ്മകൾ, തടസ്സങ്ങളുണ്ട്. പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒന്നുകിൽ കള്ളനെ കുറിച്ചുള്ള ഭയം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം തൂണിനെ കള്ളനെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. ആ തൂണ് കാണുമ്പോൾ താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണോ എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതൊന്നുമല്ല, അവിടെ മങ്ങി ഇരുളുള്ളതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതുമായിരിക്കില്ല. തന്റെ മനസ്സിന് ശരിയായ സാന്നിധ്യം, വിഷയത്തെ ഗ്രഹിക്കുന്നുള്ള മനസ്സാന്നിധ്യം അതില്ലാത്തതുകൊണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷേ അവിടെ ഒരു ജ്ഞാനം ഉണ്ടാകണം. എന്തോ ഏത് വിഷയത്തിലാണോ ജ്ഞാനം ഉണ്ടാകുന്നത് ആ വിഷയത്തിലാണ് സംശയം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം തൂണിനെ സംബന്ധിച്ച സംശയം, ഇത് തൂണാണോ മനുഷ്യനാണോ, ആ വിഷയത്തെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപൂർണമാണെന്നേ ഉള്ളൂ. സംശയവും മറ്റും വരത്തക്ക ചില ഹേതുക്കൾ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഭയം, ആകാംക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും ഹേതുക്കൾ കൊണ്ട് ആ ജ്ഞാനം ഉണ്ടായിൽ തന്നെ തുടർന്നു വരുന്നു. സംശയം ഒരു ജ്ഞാനമാണ്. ഉഭയകോടി ജ്ഞാനം എന്ന് പറയും. അതോ ഇതോ നിശ്ചയാത്മകമായ ജ്ഞാനം, ഇതാണ് എന്നറിയുന്നു. എന്ന് ഉറപ്പിക്കുക. ഇത് തൂണ് തന്നെ, അവിടെ നിശ്ചയം വരുന്നു. തൂണ് തന്നെയായിരുന്നു, പക്ഷെ അവിടെ നിശ്ചയം വരുന്നത് ഇത് കള്ളൻ തന്നെ, അത് ഭ്രമമായി.
തൂണിനെ കള്ളനാണെന്ന് നിശ്ചയിച്ചു ഭ്രമമായി. സംശയം, ഭ്രമം, നിശ്ചയം. ഭ്രമവും നിശ്ചയാത്മകമായി വരും. തൂണിനെ തൂണെന്ന് പറഞ്ഞാൽ അത് നിശ്ചയാത്മകമായ ജ്ഞാനം. തൂണിനെ കള്ളനെന്ന് ഉറപ്പിച്ചാൽ അത് നിശ്ചയം തന്നെ, പക്ഷെ അത് ഭ്രമം. ഇത്തരത്തിലുള്ള ഈ ജ്ഞാനഭേദമെല്ലാം വരുന്നതാണ് മറ്റ് ഹേതുക്കളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഉറപ്പാണ്, എന്താണ്? ജ്ഞാനം ഉണ്ടായി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ശ്രവണത്തിൽ നിന്ന് ശ്രവണം ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. അതാണ് തത്വജ്ഞാനം. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ജ്ഞാനം ഉണ്ടാകുന്നതുകൊണ്ടാണ് സംശയാദികൾ അതിലുണ്ടാകുന്നത്, ആ വിഷയത്തിലുണ്ടാകുന്നത്. അതുവരെ സംശയം ഉണ്ടായിരുന്നത് ലൗകികമായ കാര്യങ്ങളിലായിരിക്കും. അതെന്താണ് ഇതെന്താണ്, ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, അറിയാത്തതുണ്ട്, അറിഞ്ഞ കാര്യങ്ങളിൽ തന്നെ സംശയം. ഇതങ്ങനെയല്ല. ഇത് ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ്. ആ സ്വസ്വരൂപത്തെക്കുറിച്ച് ബോധിക്കാതെ ഇവിടെ സംശയം ഉണ്ടാകത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭാഷയെ പരിചയമില്ല. ഇപ്പം അയാളുടെ ഇത് പറയുകയാണ്, മലയാളത്തിലോ സംസ്കൃതത്തിലോ ഏതെങ്കിലും ഭാഷയിൽ പറയുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് എന്തായിരിക്കും സംശയം ഉണ്ടാകുന്നത്? ഈ പറയുന്ന ഭാഷയെക്കുറിച്ച് സംശയം ഉണ്ടാകാം, എന്ത് വിഷയത്തെക്കുറിച്ചാണ് എന്ന് സംശയം ഉണ്ടാകാം. പക്ഷേ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാകത്തില്ല. കാരണം അതാണ് ബോധിപ്പിക്കുന്നതെന്ന് അയാൾ അറിയുന്നില്ല. അപ്പോൾ തികച്ചും അജ്ഞനായ ഒരുവന് ഒരിക്കലും സംശയം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടാകുന്നതിനെ തുടർന്നാണ്. ആ സംശയത്തിന്റെ വിഷയം എന്തായിരിക്കണം? സ്ഥാണുവിനെ കണ്ടിട്ട് സ്ഥാണുവിനെ സംബന്ധിച്ചാണ് സംശയങ്ങളെങ്കിൽ അവിടെ ജ്ഞാനം ഉണ്ടായി. അതുപോലെ ഒരാൾ ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തെ തുടർന്ന് സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, ആത്മതത്വത്തെ സംബന്ധിച്ചാണ് അയാളിൽ സംശയാദികൾ വരുന്നെങ്കിൽ അയാൾക്ക് ജ്ഞാനം ഉണ്ടായി. അപ്പൊ പിന്നെ ഇവിടെ അതിന്റെ യുക്തി അതാണ്. അനുഭവത്തിലും അങ്ങനെയാണ്. പിന്നെ ആ വ്യക്തിക്ക് ജ്ഞാനം ഉണ്ടായോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സംശയമില്ല. ജ്ഞാനം ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് സംശയങ്ങൾ വരുന്നു. അത് എങ്ങനെയാണിപ്പോൾ തൂണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് അത് കള്ളനാണെന്ന് സംശയം ഉണ്ടാകാൻ എന്താ കാരണം? അയാളുടെ ഉള്ളിലിരിക്കുന്ന ഭയം, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലിരിക്കുന്ന ആകാംക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ്. തത്കാലം ആ ജ്ഞാനത്തിന്റെ നിശ്ചയം, വേണ്ടത് നിശ്ചയമാണ്, ഇത് തൂണാണ്. ആ നിശ്ചയത്തിന് തടസ്സമായിരിക്കുന്നത് ഈ ഭയവും മറ്റുമാണ്. ഇവിടെയും അതുപോലെ ആ സ്വസ്വരൂപത്തിന്റെ നിശ്ചയത്തിന് തടസ്സമായിരിക്കുന്നത് ദേഹാത്മബോധവും മറ്റുമാണ്. ദേഹാത്മബോധവും മറ്റും ദൃഢമായിരിക്കുന്നുണ്ട്. ഞാനിതാണ്, ശരീരമാണ്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്. ഇത്തരത്തിലുള്ള ആ ബോധം ദൃഢമായിരിക്കുന്നതുകൊണ്ട് ഇത് തടസ്സമാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന ആ ബോധം ഉണ്ടായിട്ടും, ശ്രുതി എന്താ ബോധിപ്പിച്ചത്? സദാത്മേകത്വം, ഞാൻ സത്താണ്. അത് ആ ബോധം ഉണ്ടായിട്ടും ആ സദാത്മേകത്വ ബോധം ആ ശരീരബോധത്തെ നിഷേധിച്ചുകൊണ്ടാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ശരീരമല്ല, പക്ഷെ ഈ ശരീരബോധം തന്നെ, അല്ലെങ്കിൽ ആന്തരികമായിരുന്ന ഈ കാമക്രോധാദി ഇതിനോട് ചേർന്ന് വരുന്ന എന്തെല്ലാം ഉണ്ടോ, പറഞ്ഞതുപോലെ സംശയം, ഭയം, ആകാംക്ഷ തുടങ്ങിയ എല്ലാം ഇതിന് തടസ്സമാകും. ബോധത്തെ തുടർന്ന് വരുന്നു ഈ സംശയങ്ങൾ. അക്കാര്യത്തിൽ സംശയമില്ല. ഒരാൾ ഈ തത്വത്തെ ശ്രമിച്ചിട്ട് ആ തത്വത്തിലാണ് അയാളുടെ സംശയം മറ്റും വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ബോധം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ വരത്തില്ല. മറ്റെന്തെങ്കിലും വിഷയത്തിൽ അതുവരെ ഉള്ളതുപോലെ
ഇതുവരെ ഒരാളിത് കേട്ടിട്ടേ ഇല്ല. ആ കേൾക്കുന്നവരെന്ത് വിഷയത്തിലായിരുന്നു സംശയം? ലൗകികമായ വിഷയങ്ങൾ. ആത്മാവിനെ എവിടെയെങ്കിലും സംശയിച്ചു ഇല്ല. ഏത് നിമിഷമാണോ അത് ഗ്രഹിക്കത്തക്ക രീതിയിൽ കേൾക്കുന്നത് അതിനെക്കുറിച്ച്, ആ നിമിഷം മുതലാണ് പിന്നീട് സംശയം വരുന്നത്. എന്തുകൊണ്ട്? അതുവരെയുള്ള അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ആണ് പറഞ്ഞു അതിന് ശ്രവണമാണ് പിന്നീട് തുടരേണ്ട സാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് ശ്രവണ മനനാദികളിലൂടെ ആ സംശയത്തെ ദൂരീകരിക്കുന്നു. അപ്പോൾ ചെറിയൊരു വെളിച്ചക്കുറവ് കൊണ്ടാണ് തൂണിനെ കണ്ടപ്പോൾ പ്രശ്നം തോന്നിയത്. അവർക്ക് സംശയം വരുന്നുണ്ട്, ഉറപ്പിക്കുന്നു. മനസ്സാന്നിധ്യത്തോടുകൂടി വീണ്ടും നോക്കുന്നു. ചിലപ്പോൾ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി നോക്കുന്നു, ചിലപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടി നോക്കുന്നു. എന്നിട്ട് ഉറപ്പിക്കുന്നു. ഇന്ദ്രിയാർത്ഥ സന്നികർഷം, ഇന്ദ്രിയവും ആ വിഷയവുമായിട്ടുള്ള ആ ബന്ധം അത് നേരത്തെ എങ്ങനെയായിരുന്നോ പിന്നീട് അതുപോലെ തന്നെ. ആദ്യം കണ്ടപ്പോൾ എങ്ങനെയാണോ ചക്ഷുന്ദ്രിയും ആ വിഷയത്തെ ഗ്രഹിച്ചത്, തുടർന്നും ആ ബന്ധം അങ്ങനെ തന്നെ നിൽക്കുന്നു. കണ്ണുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ആന്തരികമായി മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ഇവിടെയും തത്വശ്രവണം എന്ന് പറയുന്നത് ശ്രവണേന്ദ്രിയത്തിലൂടെ ബുദ്ധി ഗ്രഹിക്കുകയാണ്. തത്വത്തെ എങ്ങനെയാണോ ബോധിപ്പിക്കുന്നത് അതുപോലെ ഗ്രഹിക്കുകയാണ്. അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. ശ്രവണേന്ദ്രിയത്തിലൂടെ അത് ഗ്രഹിക്കുകയാണെങ്കിൽ, ആ ശ്രവണം തുടരുകയാണെങ്കിൽ, പക്ഷെ ആന്തരികമായി മനനം, നിധ്യാസനം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ആന്തരികമായി മാറ്റം വരുന്നു. പല സംശയങ്ങളും ദൂരീകരിക്കുന്നതിനനുസരിച്ച് എന്താണ് ബോധിപ്പിക്കുന്നത്, വ്യക്തത വരുന്നു. അതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആണ് സംശയാദികളെങ്കിൽ അത് തത്വബോധത്തിന് തുടർന്നു വരുന്ന കാര്യങ്ങളാണ്. അടുത്ത് ഇവിടെ ചോദിക്കുന്ന ഒരാൾക്ക് തത്വജ്ഞാനത്തിന്റെ ഉത്പത്തിയിലാണോ ഫലപ്രാപ്തിയിലാണോ പ്രാരബ്ധം തടസ്സമായി നിൽക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാകും? അത് തന്നെയാണ്, അതിന് സമാധാനമാണ് ഇവിടെ പറഞ്ഞത്. തത്വജ്ഞാനം ഉത്പന്നമാകുന്നു. ഉത്പന്നമായതിന് എന്തുകൊണ്ട്? ആ തത്വജ്ഞാന വിഷയത്തിൽ സംശയം ഉണ്ടായതുകൊണ്ട്. ആ ഉത്പത്തിക്ക് തടസ്സം എങ്ങനെയാണ് വരുന്നത്? സാധാരണഗതിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ തത്വജ്ഞാനമേ ഉണ്ടാകുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. ശ്രവണം ചെയ്യുന്നു, മനസ്സവിടെ ഇല്ല. ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിൽ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുമോ? ഇല്ല. ഈ പറയുന്ന ഭാഷ മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ പറയുന്ന ബധിരനോടാണ്, ആൾക്ക് കേൾവിയില്ല. അവിടേക്ക് എന്ത് വരുന്നു? ഉത്പത്തിക്ക് തടസ്സം വരുന്നു. ഉത്പത്തിക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയമില്ല, ഗ്രഹണമില്ല. പിന്നെ ഫലപ്രാപ്തി വേറെയാണ്. ഫലപ്രാപ്തി എന്ന് പറയുന്നത് തത്വജ്ഞാനം കൊണ്ടുവരുന്ന സംസാര നിവൃത്തി എന്ന് പറയുന്നു. ആ സംസാര നിവൃത്തി ആ തത്വജ്ഞാനത്തിന്റെ നിശ്ചയത്തിൽ, നിധിധ്യാസനം, അവിടെയാണ് ഫലപ്രാപ്തി. സംസാര നിവൃത്തി അത് എങ്ങനെ? കൃതകൃത്യത തുടങ്ങിയ കാര്യങ്ങൾ. അതിന് ഒരു സമാധാനം ഭാഷ്യകാരൻ പറഞ്ഞാണ് പ്രാരബ്ധം എന്ന് പറഞ്ഞത്. അപ്പോൾ തത്വജ്ഞാനം ഉണ്ടായി പ്രാരബ്ധം പൊതുവെ പറയുന്നു. അത്തടസ്സത്തിന് പറയുന്ന പേരാണ്. അതുകൊണ്ട് സംശയാദികൾ അനുവർത്തിക്കുന്നു. അപ്പോൾ ശ്രവണം തുടരേണ്ടി വരുന്നു, മനനം തുടരേണ്ടി വരുന്നു, നിധിധ്യാസനം. അവിടെ പറയും നിശ്ചയാത്മകമായ ബോധം. ഏതൊരു ബോധത്തിലാണോ ഇനി അറിയാൻ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് നിശ്ചയം വരുന്നത്, ഏതൊരു ബോധത്തിലാണോ തന്റെ അറിവിൽ താൻ കൃതകൃത്യനായിത്തീരുന്നത്, ആ ബോധത്തിൽ
അവിടെയാണ് സംസാര നിവൃത്തി. അതുകൊണ്ടാണ് ശ്രവണകാലത്തിൽ തന്നെ ജ്ഞാനം, ആ ജ്ഞാനകാലത്തിൽ തന്നെ സംസാര നിവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മളൊന്നുകൂടെ വിശദീകരിച്ചാണ്. ആ സംസാര നിവൃത്തി ഇവിടെ എന്താണ്? ഉപദേശം, ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ ക്രമത്തിൽ, അതിന്റെ സാധനാക്രമത്തിൽ ചിന്തിക്കുമ്പോഴാണ് ആ സംസാര നിവൃത്തി. അത് ഈ ഉപദേശം, ശ്രവണം, മനനം, നിധിധ്യാസനം ഇതിനെയൊക്കെ ആശ്രയിച്ചാണെന്ന് പറയുന്നത്. തത്വദൃഷ്ടിയിലാണെങ്കിൽ എന്താണ്? അത് നിത്യനിവൃത്തമാണ്. അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു എന്താണ് ആ നിത്യനിവൃത്തി എന്നുള്ളത്. അപ്പോൾ പ്രാരബ്ധം ഇവിടെ ചോദിക്കുന്ന തത്വജ്ഞാനത്തിന്റെ ഉത്പത്തിയിലാണോ ഫലപ്രാപ്തിയിലാണോ പ്രാരബ്ധം തടസ്സമാണോ? പ്രാരബ്ധം തടസ്സമാകുന്നത് ഉത്പത്തിക്കും വരാം. കാരണം ഒരാൾ ബധിരനാണ്, അയാൾ ശ്രമം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, തത്വജ്ഞാനം ഉത്പന്നമാകുന്നില്ല. എന്താ അതിന് കാരണം? അയാളുടെ പ്രാരബ്ധം എന്നല്ല എന്ത് പറയാൻ. അയാൾക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ്, അയാളുടെ പ്രാരബ്ധം തടസ്സമായി, ഉത്പത്തിക്കും വരാൻ തടസ്സം. പിന്നെ അതുപോലെ തന്നെ ഫലപ്രാപ്തി എന്നാണ്. ആ ജ്ഞാനം സംശയാദികളെ ദൂരീകരിച്ച് നിശ്ചയാത്മകമായ രീതിയിലായില്ല. വാർത്തികത്തിൽ വാർത്തികാരൻ വളരെ വ്യക്തമായി പറയുന്നുണ്ടെന്നാണ്. നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ അത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ് എന്ന് പറയുന്നു. നമ്മൾ സാധാരണ പറയുന്നത് ധ്യാനമൊന്നുമല്ല ഇവിടെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ജ്ഞാനം പ്രാപിക്കുമ്പോൾ എന്നുവെച്ചാൽ ആ ജ്ഞാനത്തിൽ നിന്ന് ഈ സംശയാദികൾ ദൂരീകരിക്കുമ്പോൾ അവിടെ സംസാര നിവൃത്തി. സംസാര നിവൃത്തി എന്നുള്ളത് കൊണ്ട് ലോകം കണ്ണിൽ നിന്നും മറഞ്ഞു പോവുക എന്നൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങൾ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു പ്രത്യേക ആനന്ദം ഇങ്ങോട്ട് വന്നു ചേരുക, എന്തെങ്കിലും വന്നു ചേരുന്നതോ എന്തെങ്കിലും പോകുന്നതോ അല്ല. അത് ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്. ജ്ഞാനം പൂർണ്ണമായോ അവിടെ സംസാര നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. അത് ആരെ സംബന്ധിച്ചാണ് സംസാര നിവൃത്തി സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ സംസാര നിവൃത്തിയെക്കുറിച്ച് നമ്മൾ ഭാവന ചെയ്തിട്ട് കാര്യമില്ല. ഏതൊരുവനാണോ ഈ ശ്രവണമനനാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവനിൽ സംസാരം നിവർത്തിക്കുന്നു. ആ സംസാര നിവൃത്തി വേറൊരാൾക്ക് മനസ്സിലാകത്തില്ല. എങ്ങനെയായിരിക്കും? കാരണം സംസാര നിവൃത്തി എന്ന് പറയുന്നത് ആ സാധകന്റെ അനുഭവമാണ്, ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലുള്ള അനുഭവമാണ്. അത് വേറെ ആൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ സാധിക്കും? അത് സാധിക്കത്തില്ല. അതിന്റെ സ്വരൂപത്തെ മനസ്സിലാകത്തില്ല. അപ്പോൾ ഉത്പത്തിയിലായാലും ശരി, ഫലപ്രാപ്തിയിലായാലും, ഉത്പത്തിയിൽ എങ്ങനെ തടസ്സമായി നിൽക്കുന്നു പ്രാരബ്ധം? ഈ പറഞ്ഞ ബധിരത്വാദി ദോഷങ്ങൾ കൊണ്ട് ഉത്പത്തി തടസ്സമായി നിൽക്കുന്നു. ഫലപ്രാപ്തിയിൽ എങ്ങനെ തടസ്സമായി നിൽക്കുന്നു? അജ്ഞാന സംശയപരിയാദി ദോഷങ്ങളുണ്ട്. അതിനെല്ലാം തടസ്സമായി നിൽക്കും. അത് പറയുന്നു, ശ്രവണത്തിൽ താല്പര്യം വരികയും മറ്റ് സാധനങ്ങളോട് താല്പര്യമില്ലാതെ വരികയും, എന്നാൽ അതിനോടൊപ്പം തന്നെ തത്വജ്ഞാനം ഉത്പത്തി സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് തകരാറ്. ഒരാൾ ശ്രവിക്കുന്നു എന്ന് വെച്ചാൽ അയാൾ തത്വജ്ഞാനം ശ്രവണം തുടരുന്നു. അത് തത്വജ്ഞാനത്തിലെ ശ്രവണം തുടരാൻ പറ്റും. തത്വജ്ഞാനമില്ലാതെ ശ്രവണം തുടരാൻ ഒക്കത്തില്ല. കാരണം ഒരു ബധിരന് തുടരാൻ പറ്റും. അതെന്ന് വെച്ചാൽ ചെവി കേൾക്കാൻ വയ്യാത്തതാണ്. അയാൾക്ക് തുടരാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ശ്രവണത്തിൽ നിന്ന് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആകാശകോടാലിയാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം.
അങ്ങനെ ഒരു സാധനമല്ല. അത് ശ്രവണത്തിൽ ഒരാൾക്ക് വരുന്ന അറിവ് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരാൾക്ക് വരുമ്പോൾ തത്വജ്ഞാന ഉത്പത്തി സംഭവിച്ചില്ല എന്ന് വരില്ല. തത്വജ്ഞാന ഉത്പത്തി കൊണ്ടാണ് ഒരാൾ ശ്രവണത്തിൽ തുടരുന്നത്. അപ്പോൾ ശ്രവണത്തിൽ താല്പര്യം വരികയും മറ്റ് സാധനങ്ങളോട് താല്പര്യമില്ലാതെ വരിക, അവിടെയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ശ്രവണത്തിൽ ഒരാൾക്ക് താല്പര്യം വരും. അപ്പോൾ മറ്റ് സാധനങ്ങളോട് താല്പര്യമില്ല. എന്ത് സാധനങ്ങളാണ് മറ്റ് സാധനങ്ങൾ? എന്തുകൊണ്ട് മറ്റ് സാധനങ്ങളോട് താല്പര്യം ഇല്ലാതെ വരുന്നു? ശ്രവണത്തിൽ നിന്ന് ഒരാൾക്ക് തത്വബോധം ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് ഒരാൾക്ക് മറ്റ് സാധനങ്ങളോട് താല്പര്യം ഇല്ലാതെ വരണമെന്നില്ല. മറ്റ് സാധനങ്ങളോടും താല്പര്യം വരാം. കാരണം ഇവിടെ പറയുന്ന തരത്തിലുള്ള ആത്മബോധത്തിന് ഉപകരിക്കുന്ന ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മറ്റ് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്തുകൊണ്ട് തടസ്സമില്ല? കാരണം അയാളുടെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറുന്നില്ല, ശ്രവണത്തിൽ തുടരുന്നുണ്ട്. അങ്ങനെ മാറാതെ വരുമ്പോൾ അതിനെ നമുക്ക് പ്രാരബ്ധം എന്ന് പറയാം. എന്തോ തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി മറ്റു സാധനങ്ങൾ ചെയ്യാം. കാരണം ഈ കാര്യത്തിൽ ഈശ്വരാനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വേണം. അതിനുവേണ്ടി ഉദാഹരണത്തിന് ഗുരുസേവ, ഗുരുപൂജ, ഗുരുസേവ, ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രവണാദികൾ അനുഷ്ഠിക്കുമ്പോൾ അതോടൊപ്പം ചെയ്യേണ്ട സാധനങ്ങളാണ്. ശ്രവണം മാത്രമല്ല. എന്തുകൊണ്ട്? ഈ വിഘ്നങ്ങളെ മാറ്റുന്നതിന് ഈശ്വര പൂജ, ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കും. അപ്പൊ ശ്രവണാദി ചെയ്യുമ്പം മറ്റു സാധനങ്ങൾ വേണ്ട എന്നൊരിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശ്രവണാദികൾക്ക് മുമ്പിലാകാം, ശ്രവണാദികൾക്ക് ഒപ്പമാകാം. എന്തെങ്കിലും പോരായ്മകൾ, വിഘ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി മറ്റു സാധനങ്ങൾ ചെയ്യാം. അപ്പോൾ പിന്നെ അവിടെ എന്താണ്, മറ്റു സാധനങ്ങളിൽ താല്പര്യമില്ല എന്ന് വരുന്ന വേറെ തരത്തിൽ വരാം. എന്താണ്? ഓരോ സാധനങ്ങളും ഓരോ സാധ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏത് സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈശ്വരാനുഗ്രഹം, ആന്തരികമായ ശുദ്ധി, ഇതിനെ ലക്ഷ്യമാക്കാത്ത സാധനങ്ങളുമുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നു, അയാളുടെ ഉദ്ദേശം എന്താണ്? ആ മന്ത്രസിദ്ധി. ആ മന്ത്രസിദ്ധി കൊണ്ട് അയാൾ ചില ദിവ്യമായ ശക്തികളൊക്കെ വരും. ഇങ്ങനെ ചില പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള സാധനങ്ങളിൽ താല്പര്യമില്ലാതെ വരാം. കാരണം ആത്മബോധമാണ് മുഖ്യമെന്ന് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് താല്പര്യം വരത്തില്ല. ഒരാൾ എന്തെങ്കിലും അതീന്ദ്രിയ സിദ്ധിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ തുടങ്ങി വെച്ച് പ്രത്യേക മന്ത്രസിദ്ധി കൊണ്ട് ഇങ്ങനെയുള്ള ചില സിദ്ധികളുണ്ട്. അപ്പോൾ പരഹൃദയജ്ഞാനം, ഇന്ന മന്ത്രം ഇത്ര തവണ അഭ്യസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിദ്ധി ഉണ്ടാകും, മറ്റുള്ളവരുടെ മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അയാൾ ഈ തത്വം ശ്രവിക്കുന്നു, എന്താണ് ഉപദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അയാൾ ആ സാധനയെ വിടുന്നു. മറിച്ച് തത്വജ്ഞാനത്തിന് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള സാധനങ്ങളെ ശ്രവണത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് വിടേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾക്കത് ആവശ്യമില്ലെന്ന് തോന്നുകയാണെങ്കിൽ വ്യക്തിനിഷ്ഠമായ കാര്യമാണ്, അത് ഉപേക്ഷിക്കാം. പക്ഷെ ശ്രവണത്തിലൂടെ ഒരാൾ തുടരുന്നു, അതുകൊണ്ട് മറ്റ് ഈശ്വരാരാധന, ഗുരുവിന്റെ ആരാധന തുടങ്ങിയ കാര്യങ്ങൾ അത് പാടില്ല എന്നൊരിടത്തും പറയുന്നില്ല. അതെല്ലാം ഇതിന് സഹായിക്കത്തേ ഉള്ളൂ. അതാണ് ഗുരു ശുശ്രൂഷയ വിദ്യ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തത്വജ്ഞാന ഉത്പത്തി സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം സംഭവിക്കുന്നില്ല. ഒരാൾ ശ്രവണത്തിൽ ഏർപ്പെടുകയും
തത്വജ്ഞാന വിഷയമായ സംശയം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ തത്വജ്ഞാനോത്പത്തി സംഭവിച്ചിരിക്കുന്നു എന്നാലേ അതുണ്ടാകത്തുള്ളൂ. അത് സാധാരണ മറ്റു വിഷയങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തായാലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് ബോധ്യം വന്നു. എന്തായാലും നല്ലതാണ്. മനസ്സിലാകാതെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയത്തില്ല. മനസ്സിലാക്കിയവരിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. അപ്പം ഇതിന് പ്രയോജനമുണ്ട്. ഞാൻ വിചാരിക്കുന്ന വെറുതെ രാവിലെ 1.5 മണിക്കൂർ എന്നാണ് ഇതുവരെയും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറി. കുറച്ചു പേർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ എന്താണ് വരുന്നത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം? ഇവിടെ ബ്രഹ്മണ്യ വിദ്യ അനുപത്തിരുതി, അതാണ് വിഷയം. സപ്രകാശേ കുതോ വിദ്യ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമായി. ബ്രഹ്മത്തിലെങ്ങനെ വിദ്യ വരും? അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഏറ്റവും അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രഹ്മത്തിലെങ്ങനെ അവിദ്യ ഉണ്ടാകും. വേറെ തരത്തിൽ ചോദിക്കും, നിർഗുണമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? പലതവണ സമാധാനം പറഞ്ഞിട്ടുള്ളതാണ്, പല രീതിയിൽ ഭാഷ്യത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും ഓരോ രീതി പറയും. ഇവിടെ പറയുന്നത് എന്താണ്? അവിദ്യ അനുപത്തി യോജിക്കുന്നു. അവിദ്യ ഇതിൽ വരാൻ പാടില്ല. ഇവിടെ അവിദ്യ ഉണ്ടെന്നാരാ പറഞ്ഞത്? നിങ്ങൾ ചോദിക്കുന്ന കേട്ടാ തോന്നുന്നു ബ്രഹ്മവും ഉണ്ട് അവിദ്യയുണ്ട് എന്ന് പറഞ്ഞെന്നാണ്. ബ്രഹ്മവും ഉണ്ട് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ദ്വൈതമായി. ഇവിടെ അദ്വൈതമാണ് വിഷയം. അല്പം മുമ്പാ പറഞ്ഞത് ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെന്ന്. അവിദ്യ ഇല്ലെന്നല്ല പറഞ്ഞത്, അവിദ്യ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? ആ വിദ്യ ഇല്ലാതാക്കാനാണ് ഉപദേശം എന്നും പറഞ്ഞു. ഇപ്പൊ പറയുന്നു ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വേറെ തരത്തിൽ ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് ഒരിക്കൽ അവിദ്യ ഉണ്ടെന്ന് പറയുക? രണ്ടാമത് ചോദ്യം ഒന്നുകൂടി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയും. ഇതിലേതാ ശരി? അപ്പോ ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രഹ്മവും ഉണ്ട് അവിദ്യയും ഉണ്ട് എന്നല്ല അർത്ഥം. അങ്ങനെ അർത്ഥമാണെങ്കിൽ പിന്നെ എന്തിനാ അവിദ്യ ഉണ്ടെന്ന് പറയുന്നു? അവിദ്യ അസ്ഥി എന്നങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അവിദ്യ അസ്ഥി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിദ്യ നാസ്തി എന്ന് തന്നെയാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്നുള്ള അർത്ഥം എങ്ങനെ വരും? അത് വരാൻ കാരണം ബ്രഹ്മം എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്ന സാധനം അതെന്താ? ബ്രഹ്മം കേവലം അസ്തിത്വമാണ്. അങ്ങനെ മനസ്സിലാക്കാതെ, കാരണം അത് സച്ചിദാനന്ദം എന്ന് തന്നെ പറയുന്നു. തന്നിൽ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്തിത്വം, അതാണ് അതിനെ പറയുന്നത് സദാത്മേകത്വം, ആത്മാ സ്വസ്വരൂപം. അത് ആ സത്താണ്. സത്തെന്ന് പറഞ്ഞാൽ അസ്തിത്വം. അസ്തിത്വം ബ്രഹ്മത്തിന്റെ സ്വന്തമാണ്, എന്നുവെച്ചാൽ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിൽ അവിദ്യ അസ്ഥി എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ താല്പര്യം ആ ബ്രഹ്മത്തിന്റെ അസ്തിത്വം അവിദ്യയിലൂടെ പ്രകാശിക്കുന്നു, അത്രയും. ബ്രഹ്മത്തിന്റെ അസ്തിത്വം അവിദ്യയിലൂടെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് പറയുന്നു അവിദ്യ അസ്ഥി. ഒന്നിന്റെ അനുഭവം മറ്റൊന്നിലൂടെ വരികയാണെങ്കിൽ
ആകാശത്തിൽ സൂര്യൻ നിൽക്കുന്നു. കണ്ണാടിയിൽ സൂര്യനെ കാണുകയാണെങ്കിൽ കണ്ണാടിയുടെ സൂര്യൻ സത്യമാണോ? അല്ലല്ലോ. അസ്തിത്വം ബ്രഹ്മസ്വരൂപമായിരിക്കുകയും അത് അവിദ്യയിൽ അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ അസ്തിത്വം അവിദ്യയുടെ അല്ല, ബ്രഹ്മത്തിന്റെ തന്നെയാണ്. പക്ഷെ അവിദ്യ അസ്ഥി എന്ന് വ്യവഹരിക്കാൻ ഒരാൾ നിർബന്ധിതനായിത്തീരുന്നു. എന്തുകൊണ്ട്? അത് ആ ബ്രഹ്മത്തിന്റെ അസ്തിത്വം ആ വിദ്യയിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. ഒന്ന് മറ്റൊരിടത്ത് അങ്ങനെ അനുഭവപ്പെടാറുണ്ടല്ലോ. ആകാശത്തിന് സൂര്യൻ, വെള്ളത്തിന് അനുഭവപ്പെടുന്നു. ജലമാണോ സൂര്യന്റെ സ്ഥാനം? ഈ ജലത്തിന് സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയും? ഒന്നും സാധ്യമല്ല. പക്ഷെ അവിടെ അനുഭവപ്പെടുന്നു. ഇതാണല്ലോ യുക്തി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതെനിക്ക് സ്വീകരിക്കാൻ വയ്യ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതുകൊണ്ട്. അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് അർത്ഥം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നില്ല. അനുപപത്തി, അയുക്തി, അതിവിടെ പറയുന്നു. അതിൽ അനുപത്തിയില്ല. എന്തുകൊണ്ട്? ആ ബ്രഹ്മത്തിന്റെ അസ്തിത്വം അവിദ്യയിലൂടെ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊരിടത്ത് അനുഭവപ്പെടുന്നു. അതിനെന്ത് പറയും? ആരോപം എന്ന് പറയും. അപ്പോ അജ്ഞാനം അസ്ഥി, അവിദ്യ അസ്ഥി എന്ന് പറയുന്ന ഒരു ആരോപമാണ്. ആരോപം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഭ്രാന്തി. അതിനാണ് ഇവിടെ അടുത്ത് പറഞ്ഞത്, എന്നാ ബ്രഹ്മണി വിദ്യാവിധാന നൈശുക്തികായാം രേതാധ്യാരോപണേ അസതിശുക്തികാജ്ഞാപ്യതേ. അപ്പോ എങ്ങനെയാണോ ശുക്തിയിൽ രജതത്തെ ആരോപിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ആരോപിച്ചിരിക്കുകയാണ്. ആരോപിച്ചിരിക്കുന്നുകൊണ്ട് പറയുന്നു അജ്ഞാനം അസ്ഥി, അവിദ്യ അസ്ഥി. അപ്പോൾ ആരോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതില്ലാത്തതെന്നാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. എന്താ, ശുക്തിയിൽ രജതമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആരോപം എന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെയാണ്. അപ്പൊ അവിദ്യ അസ്ഥി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിദ്യ അസ്തിത്വത്തിൽ ആരോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിദ്യ നാസ്തി എന്ന് തന്നെയാണ്. അപ്പോൾ നാസ്തി എന്ന് ഉറപ്പിക്കാം. അത് ശരി, സമ്മതിച്ചു, അവിദ്യ നാസ്തി. പക്ഷെ അങ്ങനെ നാസ്തിയെങ്കിൽ എന്തുകൊണ്ട് അനുഭവം വരുന്നു? എവിടെ അനുഭവം വരുന്നു? അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്. ലോകകാര്യങ്ങളിൽ അജ്ഞനെന്നല്ല, ശ്രുതി ബോധിപ്പിച്ചു നീ അസദാത്മാവാണ്, അത് എനിക്കറിയില്ല എന്ന് പറയുന്നു. അതിലെനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. എനിക്കതങ്ങോട്ട് നിശ്ചയം വരുന്നില്ല. ഇതെന്തുകൊണ്ട് വരുന്നു? ഈ അജ്ഞാന അനുഭവം എന്തുകൊണ്ട് വരുന്നു? പറയുന്നു അതാണ് അനുഭവത്തിന്റെ പ്രത്യേകത. ഉള്ളതേ അനുഭവിക്കാവുന്നല്ല, ഇല്ലാത്തതും അനുഭവിക്കും. അത് അനുഭവത്തിന്റെ സവിശേഷതയാണ്. ആരോട് പരാതി പറയണം? ഇല്ലാത്തത് അനുഭവിക്കും. അപ്പോൾ അനുഭവിക്കുന്നതെല്ലാം ഉള്ളതാണല്ലോ, അങ്ങനെ പറയാൻ വയ്യ. ഇല്ലാത്തതും അനുഭവിക്കാം. അതിനാണ് ഇവിടെ പറഞ്ഞത് രജതം ഇല്ലാത്തതാണ്, അതനുഭവിക്കുന്നു. ശരി, ഇല്ലാത്തത് അനുഭവിക്കുന്നു എന്നങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? ആ അനുഭവത്തെ ഒന്നുകൂടെ പരിശോധിച്ചു നോക്കണം. ഇല്ലാത്തതാണോ അനുഭവിക്കുന്നത്? അതൊന്നുകൂടി പരിശോധിച്ചു പോകാൻ മനസ്സിലാകുന്ന എന്താണ്? ഉള്ളതിനെ തന്നെ അനുഭവിച്ചത്. ഉള്ളതേ അനുഭവിക്കുന്നുള്ളൂ, ഇല്ലാത്തതല്ല. എന്തുകൊണ്ട്? രജതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കുന്ന ശക്തിയെ തന്നെ, ഉള്ളതിനല്ലേ അനുഭവിച്ചു, ഇല്ലാത്തതാണ്. ആത്യന്തികമായി സത്യത്തെ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിൽ ഒരു സാധാരണത്വം, അതെന്താണെന്ന് നിർവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ആ രജത അനുഭവം അനിർവചനീയമാണ്.
അനവചനീയം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൽപ്പിച്ച് എടുത്ത് പറയുന്നതല്ല, നമ്മുടെ അനുഭവം അതാണ്. നിർവചിക്കാൻ വയ്യ എന്താണ്. എന്നാൽ ഈ അനുഭവത്തിന്റെ ആവശ്യം തോന്നുന്നു, ആവശ്യമുണ്ട് എന്ന് പറയുന്നത് രജതാധ്യാരോപണേ അസതി ശുക്തികാത്തും ന ജ്ഞാപ്യത. അവിടെ ബോധിക്കുന്നല്ലോ ഉണ്ടല്ലോ, ഒരാൾ പറഞ്ഞു തന്നു ഇത് ശുക്തിയാണ്. അങ്ങനെ പറഞ്ഞു തരാനും ബോധിക്കാനും അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ഭ്രാന്തി ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ആ ഭ്രാന്തിക്ക് പ്രയോജനം ഉണ്ടായി. അങ്ങനെ ഒരു അധ്യാരോപം അവിടെ സംഭവിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് നമ്മൾ ബോധിപ്പിക്കാൻ പറ്റും? എങ്ങനെ ബോധിക്കാൻ പറ്റും? അപ്പൊ ആ ശുക്തികാത്വം, ആ ശുക്തി ഇതാണ് എന്ന് ജ്ഞാപിപ്പിക്കുന്നതിന് ഈ ഭ്രാന്തി സഹായകമായി. ആ ഭ്രാന്തി ഉണ്ടാകാതിരുന്നാൽ പോരെ? ഉണ്ടായല്ലോ, അതിപ്പോ ഉണ്ടല്ലോ. അനുഭവത്തെ അപലപിക്കാൻ സാധ്യമല്ല. അനുഭവമുണ്ട് ഇപ്പോൾ. എന്തായാലും അത് നിർവചിക്കാൻ കഴിയാത്ത, അതിന്റെ കാരണം എന്തെന്നറിയത്തില്ല, നിർവചിക്കാൻ വയ്യ. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഇനി ഈ അനുഭവം എന്തിനു വേണ്ടിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. മുമ്പ് പല ഭാഗത്തും പറയുന്നുണ്ട് വേറെ തരത്തിൽ. എന്താണ് സൃഷ്ടി? എന്തിനു വേണ്ടി? തത്വത്തെ ബോധിപ്പിക്കാൻ. അത് വേറെ രീതിയിൽ പറയും. തത്സൃഷ്ടോ തദൈവ സൃഷ്ടിച്ച് അതിൽ തന്നെ പ്രവേശിച്ചു, എന്നിട്ടത് അതിനെ അറിഞ്ഞു. താൻ തന്നെയാണ് സൃഷ്ടികർത്താവായിരുന്നത്. അത് സ്ഥൂലമായ രീതിയിൽ പറയുന്ന സൃഷ്ടിയുടെ പ്രയോജനം തത്വത്തെ ഗ്രഹിക്കാനാണ്. ഇവിടെ സൂക്ഷ്മമായി പറയുന്നു ഈ അനുഭവത്തെ, ഈ അജ്ഞാനാനുഭവത്തെ. ഇവിടെ അജ്ഞാനാനുഭവത്തെ എടുത്തുകൊണ്ട് പറയും. ഇതിന് അനുഭവം കൊണ്ടിനെ നിഷേധിക്കാൻ വയ്യ, അംഗീകരിക്കേണ്ടി വരുന്നു. പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്നു ഈ അനുഭവം വെറും ഭ്രാന്തമാണ്, പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയുന്നു. അപ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനുഭവം. ശരി, പരമാർത്ഥത്തെ എങ്ങനെ ബോധിപ്പിക്കും? അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അങ്ങനെ താൻ ആ സത്താണ്, തന്നിൽ ഇങ്ങനെ ഒരു ഭ്രാന്തി ഉണ്ടായി, താൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഉണ്ടായി, ശ്രുതി ബോധിപ്പിച്ചു നീ അജ്ഞനല്ല, അസത്സ്വരൂപനാണ്, സദാത്മാവാണെന്ന് ബോധിപ്പിച്ചു. അങ്ങനെ എന്നിനുള്ള അബോധം അതില്ലാതായി. ഇത് സാമാന്യമായി പറഞ്ഞു വരുന്ന ഒരു പ്രക്രിയ. നേരത്തെ പറഞ്ഞതുപോലെ ശ്രവണം, മനനം, നിധിധ്യാസനം, തത്വജ്ഞാനം, അജ്ഞാന നിവൃത്തി, സംസാര നിവൃത്തി എന്നെല്ലാം പറയുന്ന പോലെ. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ എന്താണ്? ഇത് രണ്ടാമതൊന്നില്ല, കേവലം ഭ്രാന്തിയാണ്, ആരോപിതമാണ്. അത് ഉണ്മയുള്ള ഒന്നല്ല അജ്ഞാനം. അജ്ഞാനം പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് പരമാർത്ഥത്തിൽ എന്താണ്? ഇത് നിത്യനിവൃത്തമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നത്. അതുകൊണ്ട് പറയുന്നു ഇത് നിത്യമുക്തമാണ്. അപ്പോൾ ആ നിത്യമുക്തമാണ് എന്ന് ബോധിക്കുന്നിടത്താണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത. അതുവരെ ഉണ്ടായ ജ്ഞാനത്തിലുള്ള സംശയ വിപര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ സംബന്ധിച്ച് അത് നിത്യമുക്തമാണ്. അതെങ്ങനെ വരാമെന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് ശ്രവണ മനനങ്ങൾ. അതെങ്ങനെയാകാമെന്ന് ബോധിക്കുന്നതാണ് നിധ്യാസനം എന്ന് പറയുന്നത്, നിശ്ചയാത്മകമായ ബോധം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആരോപണം എന്നാണ്. ആ ശുദ്ധികാത്വം എന്ന ജ്ഞാപ്യതേ, രജതാധ്യാരോപണെ അസതി ശുദ്ധികാത്വം എന്ന ജ്ഞാപ്യതേ. അത് ജ്ഞാനത്തിന്റെ പൂർണ്ണത. അങ്ങനെ നിത്യനിവൃത്തിയെക്കുറിച്ച് ബോധിക്കുന്നവരാണ്. അത് ശ്രവണ മനനങ്ങളിലൂടെ ബോധിക്കുന്നവരാണ്. ശ്രവണത്തിൽ ബോധിപ്പിച്ചെന്താണ്? നീ നിത്യമുക്തനാണ്.
പക്ഷെ അത് ആ ജ്ഞാനത്തിൽ അവന് ദൃഢത വരുന്നില്ല, അത് നിശ്ചയാത്മകമായി മാറുന്നു. അവിടെ മനനം വേണ്ടി വന്നു. അതിൽ വരാകുന്നുള്ള എല്ലാ പൂർവപക്ഷങ്ങളെയും നിരാകരിച്ച്, എല്ലാ സംശയങ്ങളെയും നിരാകരിച്ച് ആ നിശ്ചയാത്മകമായ ജ്ഞാനത്തിൽ ഒരാളെ എത്തിക്കുന്നു. അതിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭ്രാന്തി, അജ്ഞാനാനുഭവം എന്നാണ്. ചക്ഷുർഗോചരാപന്നായാം ഇയം ശുക്തിക നരചിതമിതി. നിങ്ങളതിന് ശുക്തി എന്ന് കണ്ടു കഴിഞ്ഞാലും ശരി, അല്ല ഇനി അതിനെ രജതമെന്ന് കണ്ടാലും ശരി, എന്തായി അതിനെ അറിഞ്ഞാലും അപ്പോഴെല്ലാം അത് കണ്ണിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ തന്നെയാണ് ഇത് രണ്ടും പറയുന്നത്. സത്ത അത് സദാ തന്നിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വയം പ്രകാശമാണ് എന്ന് പറയുന്നു. അതിന് മറയ്ക്കാനൊന്നിനും സാധ്യമല്ല, അതിനെ മറയ്ക്കാൻ ഒരു ഇരുളുമില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ഇതുകൂടി ബോധിക്കേണ്ടി വരുന്നു. എന്താണ്? തന്നിൽ അജ്ഞാനമില്ല, താൻ നിത്യമുക്ത സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. അങ്ങനെ ബോധിക്കേണ്ടി വരുന്നു. അതിനാണ് ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് ചോദ്യം എന്തായിരുന്നു? ഈ ബ്രഹ്മത്തിൽ എങ്ങനെ അവിദ്യ ഉണ്ടാകും? സമാധാനം എന്താണ്? ആ ബ്രഹ്മത്തിൽ അവിദ്യയില്ല. നിങ്ങൾ കരുതുന്നത് പോലെ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? അത് നിത്യനിവൃത്തമാണ്. പിന്നെ ഈ അനുഭവമോ, ഇപ്പോൾ ഉള്ള ഈ അനുഭവം, ഞാൻ അജ്ഞനാണെന്നുള്ള ആ അനുഭവം ഈ നിത്യനിവൃത്തിയെ ബോധിക്കാൻ വേണ്ടിയാണ്. വേണ്ടി വന്നിങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്. ശരി, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് എന്താ കാരണം? അടുത്ത് ചോദിക്കും. വീണ്ടും പഴയ ചോദ്യം തന്നെ പറയും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് കാരണം? ഈ അനുഭവം ഉള്ളതല്ലെന്നാണ് സമാധാനം. ഉള്ളതിനെ കാരണത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല. പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം, ഈ പാത്രം ആരുണ്ടാക്കി, എന്തുകൊണ്ടുണ്ടാക്കി. കാരണം അത് ഉള്ളതായി അനുഭവിക്കുന്നുകൊണ്ടാണ്. പാത്രം ഉണ്ടാക്കിയതിന് ആ പാത്രത്തിനൊരുണ്മയുണ്ട്, ഒരു സത്യം. അത് നമ്മൾ പറയും വ്യാവഹാരികമായ സത്യമാണ്. ഉണ്ടാക്കിയവനുണ്ടാ സത്യം, പാത്രം ഉണ്ടാക്കുന്നു. ആ മണ്ണിനുണ്ടാ സത്യം, അതുണ്ടാക്കാൻ ഉപയോഗിച്ച വെള്ളത്തിനുണ്ട്. എന്തൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ അതിനെല്ലാം സത്യമുണ്ട്. അതൊക്കെ സമസത്തയിലാണ്. അതുകൊണ്ട് പാത്രം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, ഇത്തരം ചോദ്യങ്ങളെല്ലാം വരാം. ന്യായമാണ്. അജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യത്തിന് വകയില്ല. എന്തുകൊണ്ട്? അത് സത്യമുള്ള ഒന്നല്ല. അനുഭവപ്പെടുന്നതോ അത് ബ്രഹ്മസത്തയാണ്, അതിൽ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ കഴിയാത്ത ഒന്നിന്റെ കാരണത്തെ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ കാരണം ചോദിക്കുന്നത് എന്തിനാണോ? ഉള്ളതിന് എന്താ കാരണമെന്നാണ്. ആദ്യം അതിന്റെ ഉണ്മയെ അംഗീകരിക്കുന്നത്. എന്തിനാണ് കാരണം ചോദിക്കുന്നത്? ഇല്ലാത്ത പാത്രത്തിന് ആരെങ്കിലും ഇതുവരെ കാരണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന് കാരണമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അജ്ഞാനം അനാദിയാണ് എന്ന് പറയുന്നത്. സാദിയായ ഒന്നിനെ കാരണം കാണും. ഉദാഹരണം പാത്രം, അതിനൊരു ആദിയുണ്ട്. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. കുലാലനുണ്ട്, മണ്ണുണ്ട്, വളരെയധികം കാരണങ്ങളുണ്ട്. കാലദേശങ്ങളെല്ലാം കാരണങ്ങളാണ്. അതിനൊരു ഉത്പത്തിയുണ്ട്, ഒരു ആദിയുണ്ട്. എന്തുകൊണ്ട്? അത് സത്താണ്. അതിനൊരു സത്തയുണ്ട്, വ്യാവഹാരികമായൊരു സത്തയുണ്ട്. ആ സത്തയിൽ നിന്നുകൊണ്ട് കാര്യകാരണത്തെക്കുറിച്ച് പരസ്പര ബന്ധത്തോടുകൂടി നമുക്ക് ചിന്തിക്കാം. പക്ഷെ സത്തയില്ലാത്ത ഒന്ന്, കേവല പ്രതീതിയിൽ മാത്രം നിലനിൽക്കുന്ന ഒന്ന്, അത് കാരണമില്ല. കാരണമില്ലെങ്കിൽ ആദിയില്ല. ആദി എന്ന് വെച്ചാൽ തുടക്കം അല്ലെങ്കിൽ കാരണം, രണ്ടർത്ഥത്തിനും പറയും.
തുടക്കം വേണമെങ്കിൽ കാരണം വേണം, കാരണമില്ലെങ്കിൽ തുടക്കമില്ല. അത് ഇപ്പോ നിലനിൽക്കുമ്പോൾ തന്നെ ഇല്ലാത്തതിന് എങ്ങനെ തുടക്കം വരുന്നു? അല്ലേ? ഭാവവികാരങ്ങൾക്കെല്ലാം പരിണാമം പറയുന്നു. അസ്ഥി ജന്മധി പരിണത്തി അപക്ഷയ വിനാശനം. ഷഡ്ഭാവവികാരങ്ങളെക്കുറിച്ച് പറയുന്നു. ഷഡ്ഭാവവികാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഇവിടെ ഈ പുസ്തകം എന്റെ മുമ്പിലിരിക്കുന്നു. ഇതിന്റെ അസ്തിത്വത്തെ ഞാൻ അനുഭവിക്കുന്നു. ഇവിടെ ഞാൻ ചിന്തിക്കുന്നു ഇതെങ്ങനെ ഉണ്ടായി. ഒരു വസ്തുവിലെ അസ്തിത്വത്തെ അനുഭവിക്കുമ്പോൾ അതിനെ ബോധ്യപ്പെട്ടാലേ പിന്നെ തുടക്കത്തെ അന്വേഷിക്കാൻ പറ്റും. അജ്ഞാനത്തിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുന്നില്ല. അജ്ഞാനത്തിൽ അതില്ല, പിന്നെ തുടക്കം എങ്ങനെ അന്വേഷിക്കും? പിന്നെ അതിന്റെ കാരണത്തെ എങ്ങനെ അന്വേഷിക്കും? അനുഭവിക്കുമ്പോൾ തന്നെ ഇല്ലാത്തത് കാരണം എന്തിന്, എവിടെ നിന്നുണ്ട് എന്നുള്ള ചോദ്യത്തിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അപ്പോൾ അജ്ഞാനത്തിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അജ്ഞാനം എങ്ങനെ ഉണ്ടായി, അജ്ഞാനം എങ്ങനെ നശിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അജ്ഞാനത്തിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നത് വരെ, അജ്ഞാനത്തിന്റെ തത്വത്തെ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അതിനെന്താ കാരണം, എന്തുകൊണ്ടത്, എങ്ങനെ അത് നശിക്കും, ഈ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ എങ്ങനെ അജ്ഞാനം ഉണ്ടായി, അതാണ് ഇവിടുത്തെ ചോദ്യം. ആ ജ്ഞാനം ഇനി എങ്ങനെ നശിക്കും, ഇത്തരം ചോദ്യങ്ങളെല്ലാം അസംബന്ധമാണ്, യുക്തിയുക്തമല്ലെന്നർത്ഥം. യുക്തിയില്ല. അടുത്ത് പറയും അനുഭവമാണ് വലുത്. യുക്തി അതിലും വലുതായി കാണരുത്. അതുകൊണ്ട് ഇവിടെ അജ്ഞാന നിവൃത്തി, അജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ച് അജ്ഞാന നിവൃത്തിയിലെത്തിച്ചേരുന്നു. ആ അജ്ഞാന നിവൃത്തി നിത്യസിദ്ധമാണ് എന്ന് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ആ സദാത്മേകത്വഭാവം അല്ലെങ്കിൽ സർവാത്മഭാവം ഇതെല്ലാം സ്വതസിദ്ധമാണ്. ഇത് സദാസിദ്ധമാണ്, നിത്യസിദ്ധമാണ് എന്നറിയുന്നതാണ് ജ്ഞാനം. ഈ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. തഥാ സദൈവേദം സർവം ബ്രഹ്മേവേദം സർവം ആത്മേവേദം സർവം നേദം ദ്വൈതം അസ്തി അബ്രഹ്മ ഇതി ബ്രഹ്മണി ഏകത്വ വിജ്ഞാനം ന വിധാവ്യം ബ്രഹ്മണി അവിദ്യ അധ്യാരോപണായാം അസത്യ. ഈ ഇങ്ങനെ ബോധിപ്പിക്കുന്നതെല്ലാം ഏകത്വത്തെയും മറ്റും ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ട് ബോധിപ്പിക്കുന്നു? ഇവിടെ പറയുന്ന ഈ അവിദ്യ കേവലം കല്പിതമാണെന്നുള്ളത് കൊണ്ടാണ്. അവിദ്യയിൽ അസ്തിത്വമില്ല. ബ്രഹ്മം ഒന്ന്, അവിദ്യ രണ്ട് എന്നിങ്ങനെ ദ്വൈതമില്ല. അത് കേവലം കൽപ്പന മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. ശരി, എന്നാലും ഇങ്ങനെ ഒരു അവിദ്യ ഉണ്ടാകാമോ? ഇത്രയും കുഴപ്പം പിടിച്ച അവിദ്യ. അതുകൊണ്ട് ഗുണമുണ്ടായി. എന്താണ്? ഈ പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിഞ്ഞു. അതിനെങ്ങനെ ബോധിക്കും? സർപ്പഭ്രാന്തി ഇല്ലെങ്കിൽ ഇതെങ്ങനെ രജ്ജുവെന്ന് ബോധിക്കാൻ പറ്റും? അവസാനം ഒരു ചോദ്യം, എന്നാ പിന്നെ രജ്ജുവായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഈ സർപ്പഭ്രാന്തിയും വരണ്ടായിരുന്നു എന്നാ. അതാ പിന്നെ ആരും ബോധിപ്പിക്കുന്ന ആവശ്യവും വരുന്നില്ല. അത് കേവലം രജ്ജുവായിട്ട് തന്നെ ഇരിക്കുന്നു. ആണ് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ കഴിയും. ആഗ്രഹം നല്ലതാണ്, പക്ഷെ ഇപ്പൊ അനുഭവത്തിലുണ്ടല്ലോ, അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടല്ലോ. നിങ്ങൾ ഉള്ള അനുഭവത്തെ മുൻനിർത്തി സഞ്ചരിക്കുന്നു, അതോ അതിനെ നിഷേധിച്ചിട്ട് സഞ്ചരിക്കുന്നു? അങ്ങനെയെങ്കിൽ അത് വെറും കൽപ്പന, ഭാവന ഉണ്ടെന്നും ഇടാൻ പറ്റും.
അനുഭവത്തെ മുൻനിർത്തി സംസാരിക്കും. അജ്ഞാനമില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ ഭാവന എടുക്കുകയാണെങ്കിൽ ബ്രഹ്മം ഇല്ലായിരുന്നെങ്കിൽ നന്നായി. എന്താ ചിന്തിക്കാൻ വയ്യാത്ത? അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ എന്തിനെ മുൻനിർത്തി ആണ് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത്? ഇതുവരെ ചർച്ച ചെയ്ത് എന്തിനെ മുൻനിർത്തിയാണ്? എന്തിനെ മുൻനിർത്തിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്? സ്വാനുഭവത്തെ മുൻനിർത്തി. അപ്പൊ സമാധാനം സ്വാനുഭവത്തെ മുൻനിർത്തിയേ പറയാൻ പറ്റൂ. അവസാനം ശരിയായ സമാധാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി സ്വാനുഭവത്തെ മുൻനിർത്തി ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംബന്ധമായി. അവിടെ വ്യാഘാത ദോഷം വരും, ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാതെ വരും. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അസംബന്ധമായി. അനുഭവത്തിനെ കൂടി നിരാകരിച്ചു കഴിഞ്ഞാൽ ഒരാൾ പിന്നെ അത് സംസാരിക്കാത്ത ഭ്രാന്തനാണ്. തത്വചിന്ത ഭ്രാന്തനോട് എങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റും? അത് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഇതെല്ലാം നിത്യസിദ്ധമാണ്. എന്നാൽ അജ്ഞാനാനുഭവമുണ്ട്. അനുഭവം ഉള്ളതുകൊണ്ട് ശ്രുതി വിധിച്ചിരിക്കുന്നു എന്നാണ്. ഇത്രയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാനിവിടെ വിശദീകരിച്ചത് വാർത്തകത്തിന്റെ കൂടെ സാരത്തെ ചേർത്തുകൊണ്ടാണ്. ന ബ്രൂമഃ ശക്തികായാമിവ ബ്രഹ്മണി അതദ്ധർമാധ്യാരോപണ നാസ്തി. ശരി, ഇപ്പൊ ഞങ്ങൾ അംഗീകരിച്ചു. എന്താണ്? ബ്രഹ്മത്തിൽ തദ്ധർമാധ്യാരോപണ ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അംഗീകരിച്ചല്ലേ പറ്റും. അവിടെ ഒരു ഭ്രാന്തിയുണ്ട്, പറഞ്ഞതെന്ന് മനസ്സിലാക്കി. അല്ലെ, അജ്ഞാനമുണ്ട്, അജ്ഞോഹം എന്നുള്ള അനുഭവമുണ്ട്. അത് സമ്മതിച്ചു, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നു. പിന്നെന്താ ഇനി നിങ്ങളുടെ സംശയം അവശേഷിച്ചിരിക്കുന്നു? ഭ്രാന്തി അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഭ്രാന്തിക്ക് ഉള്ള പ്രതിവിധി അംഗീകരിക്കണം. തത്വജ്ഞാനത്തെ അംഗീകരിക്കേണ്ടി വരും, മുക്തി അംഗീകരിക്കേണ്ടി വരും. ഇനി എന്താ പ്രശ്നം? കിം തർഹി, പിന്നെന്താണോ? ന ബ്രഹ്മ സ്വാത്മനി അതദ്ധർമാധ്യാരോപ നിമിത്തം അവിദ്യ കർത്തൃചേരി. ഇതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഈ ബ്രഹ്മത്തിൽ അജ്ഞാനത്തിന്റെ പ്രതീതിയുണ്ട്, അനുഭവം ഉണ്ടെന്നല്ലേ. പക്ഷേ ബ്രഹ്മത്തിൽ അജ്ഞാന അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആജ്ഞാനം പരമാർത്ഥമല്ലെന്നും പറയും. ആജ്ഞാനാനുഭവത്തിന് മറ്റ് കാരണങ്ങളൊന്നും വേണ്ട, വേറൊരു കാരണത്തെ സ്വീകരിക്കുന്നു. പറഞ്ഞല്ലോ, അജ്ഞാനാനുഭവത്തിന് മുമ്പിലൊന്നില്ല, അതുകൊണ്ട് ഒന്നും. പക്ഷെ ബ്രഹ്മത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ തന്നിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ, ആരാണോ അജ്ഞാനത്തെ അനുഭവിക്കുന്നത് അവനിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ താനതിന് നിമിത്തമല്ലേ? താൻ നിമിത്തമല്ലെന്ന് പറയാൻ പറ്റും. വേറൊരു നിമിത്തം കിട്ടുന്നവൻ. ഇനി തന്നെക്കുറിച്ച് എന്താ പറയുന്നത്? സദാത്മാ, ആ സത്താണ്. ആരാ ഈ സത്ത്? ഈ ജഗത്തിനെ എല്ലാം സൃഷ്ടിച്ച സത്ത്, അതാണ് താനെന്നാണ്. എന്താ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്? നിസ്സാര കാര്യമാണ്. ജഗത്തിനെ സൃഷ്ടിക്കാൻ ഒരു സർവജ്ഞനല്ലേ സാധ്യമാകും, ഇത്രയും സങ്കീർണമായിരിക്കുന്ന ജഗത്തിന്. അപ്പോൾ പരമാർത്ഥത്തിൽ താൻ സർവജ്ഞനായ സത്താണ്. അപ്പോൾ സർവജ്ഞനായ തന്നിൽ ഈ ഭ്രാന്തി, അജ്ഞാനം, താൻ ഭ്രാന്തനായിരിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? താൻ അവിദ്യാ കർത്താവ് എങ്ങനെയാകും? അതാ ചോദിക്കുന്നു. തന്നിൽ അവിദ്യ ഉണ്ടാക്കാൻ തനിക്ക് കഴിയത്തില്ല. ഇനി താൻ മാറിയിരുന്നിട്ട് വേറൊരിടത്ത് അവിദ്യ ഉണ്ടാക്കാനും സാധ്യമല്ല. കാരണം തന്നിൽ നന്ദിയമായിട്ടൊന്നുമില്ല. അത് രണ്ടും സാധ്യമല്ല. എന്ന ബ്രഹ്മ സ്വാത്മനി അന്യത്ര വാ വിദ്യം കരോതി, തന്നിൽ അല്ലെങ്കിൽ വേറൊരിടത്ത്.
ബുദ്ധി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞത്വ. ആ സത്താണ് ശരീരത്തിൽ അനുപ്രവേശം ചെയ്ത്. ആ സത്ത് സൃഷ്ടികർത്താവാണ്. സൃഷ്ടികർത്താവ് സർവജ്ഞനാണ്. സർവജ്ഞനായിരിക്കുന്നവനെങ്ങനെയാ അജ്ഞാനത്തെ കൊണ്ടുവരുന്നത്? സർവജ്ഞനിൽ അജ്ഞാനം വരും. ഒരാളെ സർവജ്ഞനായിട്ട് അംഗീകരിക്കുക എന്ന അജ്ഞാനം അംഗീകരിക്കുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ അത് സംഭവിക്കത്തില്ല. അതാണ് നഹി ധീപൂർവകാരി സൻ നിശേഷ അനർത്ഥദായിനി പ്രതീക്ഷ അവിദ്യാം വിസൃജേ. നിശേഷ അനർത്ഥദായിനിയും അവിദ്യ. സർവാനർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന ഈ അവിദ്യ, ജന്മം, ജനനം, മരണം, സുഖം, ദുഃഖം തുടങ്ങി സർവാനർത്ഥങ്ങളെ ഉണ്ടാക്കുന്ന ഈ അവിദ്യ പ്രത്യേകിച്ച് തന്നൽ പ്രത്യേകാത്മാവിൽ ധീപൂർവകാരി ന വിസർജേ, ബോധമുള്ളവൻ ഉണ്ടാക്കത്തില്ല, ജ്ഞാനമുള്ളവനും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജ്ഞാനമുള്ളവൻ അറിഞ്ഞുകൊണ്ടങ്ങനെ തന്നെ അജ്ഞാനത്തെ ഉണ്ടാക്കും. സാധ്യമല്ലല്ലോ. ഇത് വെറും ജ്ഞാനമാണ്. സർവജ്ഞനാണ്. സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ, പരബ്രഹ്മം, എന്ത് ശബ്ദം വേണോ പറയുക, സദാത്മാ, അതെങ്ങനെ ഈ അജ്ഞാനത്തെ ഉണ്ടാക്കും? ശരി, എന്നാൽ താൻ ജ്ഞാനിയായി തന്നെ ഇരുന്നോട്ടെ, തന്നിൽ അജ്ഞാനത്തെ ഉണ്ടാക്കുന്നുണ്ട്. സർവജ്ഞൻ എന്തിനജ്ഞാനത്തെ ഉണ്ടാക്കണം? അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അജ്ഞാനത്തെ ഉണ്ടാക്കി. വേറെ എവിടെ അജ്ഞാനത്തെ ഉണ്ടാക്കുന്നു? ഈ ജീവനിലുണ്ടാക്കി എന്ന് പറയും. തന്റെ സിദ്ധസ്വരൂപത്തിൽ അജ്ഞാനത്തെ ഉണ്ടാക്കിയില്ല, സർവജ്ഞ രൂപത്തിൽ. അല്പജ്ഞനായിരിക്കുന്ന ആ ജീവനുണ്ടല്ലോ, ജീവനിൽ അജ്ഞാനത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലോ അതൊന്നും ശരിയാകത്തില്ല. എന്തുകൊണ്ട് ശരിയാകത്തില്ല? നിങ്ങൾ പറയുന്നത് സദാത്മേകത്വമാണ്. ആ സർവജ്ഞനായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് ഒരു തരത്തിലുള്ള ഭേദവും ജീവനിൽ അംഗീകരിക്കുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എല്ലാം പറയുന്ന അതാണ്. അപ്പൊ സർവജ്ഞന് തന്നിലും അജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, മറ്റൊരിടത്തും അജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. രണ്ട് വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവം എനിക്കുണ്ട്. എന്റെ പരമാർത്ഥ സ്ഥിതി എന്താണ്? ആ സത്താണ്. ഞാൻ അജ്ഞനാണ് എന്ന് പറയുമ്പോൾ എന്നിൽ അജ്ഞത്വം വരുന്നു. എന്നുവെച്ചാൽ ഞാൻ അജ്ഞാനത്തിന് വിഷയമാകുന്നുണ്ടോ? അതൊരു ചോദ്യം. രണ്ടാമത്, അജ്ഞോഹം എന്ന് പറയുന്നു, ഞാൻ അജ്ഞനാണ്. എന്നിൽ അജ്ഞാനം ഇരിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഞാൻ ഈ അജ്ഞാനത്തിന് ആശ്രയമാണോ? ആശ്രയത്വം വിഷയത്വം രണ്ടും ഈ ആത്മാവിലാണോ വരുന്നത്? ഈ സദാത്മാവിൽ ഇത് രണ്ടും വരാമോ? ഈ അജ്ഞോഹം എന്നുള്ള അനുഭവത്തെ പരിശോധിക്കുമ്പോൾ ഇത് രണ്ടും വരാമെന്ന് കിട്ടുന്നു. സ്വസ്വരൂപനായിരിക്കുന്ന ഞാൻ അജ്ഞാനത്തിന് വിഷയവുമാണ്, അജ്ഞാനത്തിന് ആശ്രയവുമാണ്. അജ്ഞാനത്തിന് ആശ്രയം എന്ന് പറയുമ്പോൾ മേശയുടെ പുറത്ത് പുസ്തകം ഇരിക്കുന്നതുകൊണ്ട് മേശ പുസ്തകത്തിന് ആശ്രയമാണ്. അജ്ഞാനത്തിന് വിഷയമെന്ന് പറയുമ്പോൾ ഞാൻ പുസ്തകത്തെ അറിയുന്നതുകൊണ്ട് പുസ്തകത്തിന്റെ അറിവിന് വിഷയമാണ്. ഇതാണ് ആശ്രയത്വവും വിഷയത്വവും. അതുപോലെ അജ്ഞോഹം എന്നുള്ള അനുഭവം കൊണ്ട് അജ്ഞാനത്തിന് സത്തായിരിക്കുന്ന താൻ വിഷയമാണ്. അജ്ഞാനി എന്നുള്ള അനുഭവം കൊണ്ട് സത്തായിരിക്കുന്ന ഞാൻ അജ്ഞാനത്തിന് ആശ്രയമാണോ? ഇതാണ് ചോദിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
എന്തുവരും? ഈ അജ്ഞാനത്തെ ഉണ്ടാക്കി ഞാൻ തന്നെയാണെന്ന് വരും. കാരണം വേറൊരു ഹേതുവില്ലെന്ന് പറഞ്ഞല്ലോ. അത് വരാൻ പാടില്ലല്ലോ എന്നാണ്. അതിന് സമാനം പറയുന്നു, ഭൗതികവും ന വിദ്യാകർത്തൃ ഭ്രാന്തഞ്ച ബ്രഹ്മ. ശരി, നിങ്ങൾ പറയുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്നാ ചോദിച്ചു പറയുന്നു. ഭവതേവം, അങ്ങനെ ആയിക്കോട്ടെ. അവിദ്യാകർത്തൃ, അവിദ്യാകർത്താവല്ല. എന്നിൽ അജ്ഞാനത്തിന്റെ അനുഭവമുണ്ട്, അജ്ഞോഹം എന്നുള്ള അനുഭവമുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിലും എന്റെ പരമാർത്ഥ സ്വരൂപം അല്ല ഈ അജ്ഞാനത്തെ സൃഷ്ടിച്ചത്. ഞാൻ അവിദ്യാകർത്താവല്ല. അജ്ഞനാണെന്നുള്ള ഒരനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് ആരോപിതമാണ്, ഇതൊരു ഭ്രാന്തിയാണ്. അങ്ങനെയാണെങ്കിൽ താൻ ഭ്രാന്തനായിരിക്കുമല്ലോ, ഭ്രാന്തി ഉള്ളവനായിരിക്കുമല്ലോ ഈ ബ്രഹ്മം. എവിടെ ഈ ഭ്രാന്തി? ബ്രഹ്മത്തിൽ. ഭ്രാന്തിയുടെ ആശ്രയം എന്താണ്? ബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം ഭ്രാന്തനാണെന്ന് പറയുന്നു. അതുമല്ല, ബ്രഹ്മം ഭ്രാന്തനുമല്ല, ബ്രഹ്മം ഈ അവിദ്യയെ സൃഷ്ടിച്ചവനുമല്ല. ഇവിടെയൊക്കെ നിഷേധിക്കുന്നത് ഒരു കാര്യത്തെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രഹ്മം അവിദ്യാകർത്താവാണ്, ബ്രഹ്മം ഭ്രാന്തനാണ്, എന്നുവെച്ചാൽ ഭ്രാന്തിയുള്ളവനാണ് എന്നെല്ലാം ചിന്തിക്കുന്ന എന്തുകൊണ്ട്? ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു അവിദ്യയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നുകൊണ്ടാണ്. അവിദ്യ എന്ന് പറയുന്ന സ്വതന്ത്രമായ ഒരു വസ്തു കൊണ്ട് ആ സ്വതന്ത്രമായ വസ്തുവിനെ ബ്രഹ്മം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ബ്രഹ്മം അവിദ്യാകർത്താവാണ്. ആ അവിദ്യയാകുന്ന ആ ഭ്രാന്തിയെ ബ്രഹ്മം അനുഭവിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മം ഭ്രാന്തനാകുന്നു. ബ്രഹ്മത്തിനാണ് ഭ്രാന്തി. ചോദിക്കത്തില്ലേ? ഗീതാഭാഷ്യത്തിൽ ചർച്ച ചെയ്തു. അവിദ്യ ആർക്കാണ്? കാണുന്നവനാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കേണ്ടി വരും. അവിദ്യാകർത്താവാണ് ബ്രഹ്മം, ബ്രഹ്മം ഭ്രാന്തിയുള്ളവനാണ്. അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇനി കിന്തു നൈവ അബ്രഹ്മ അവിദ്യാകർത്ത ചേതനോ ഭ്രാന്ത അന്വേഷ്യതേ. ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് മറ്റൊരാള്, വേറിട്ട ഒരാള്, അബ്രഹ്മ അവിദ്യാകർത്ത ചേതനോ ഭ്രാന്ത, ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരാള്, ആ വിദ്യ ഉണ്ടാക്കുന്നവൻ, ഭ്രാന്തനായിരിക്കുന്നവൻ, അതും കാണാൻ കഴിയത്തില്ല. ജീവനെ ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ല. ജീവൻ അവിദ്യയെ ഉണ്ടാക്കുന്നവനാണ്, ജീവൻ ഭ്രാന്തി ഉള്ളവനാണ്. എന്തുകൊണ്ട്? ബ്രഹ്മത്തിൽ നിന്നത് വേറെയല്ല, ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ജീവനെ ബ്രഹ്മത്തോട് അഭിന്നമായി സ്വീകരിക്കുകയും ബ്രഹ്മത്തിലില്ലാത്ത ഭ്രാന്തിയും അവിദ്യാകർത്തൃത്വവും ജീവിതത്തിൽ വയ്ക്കുകയും ചെയ്യുക, അത് സാധ്യമല്ല. ഇനി ജീവനെ വേറെ ആക്കിയാലോ അത് അദ്വൈതത്തിന് യോജിക്കത്തുമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ അവിദ്യാകർത്തൃത്വം അല്ലെങ്കിൽ ഭ്രാന്തി ഉണ്ടെന്ന് സമർത്ഥിക്കാൻ വയ്യ. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒന്ന് അത് സമർത്ഥിക്കാൻ വയ്യ. അത് രണ്ടും സാധ്യമല്ല. എന്നാൽ ഈ അനുഭവം, ഈ ഭ്രമ അനുഭവം, അത്
തന്റെ ബ്രഹ്മത്തിന്റെ സൃഷ്ടിയല്ല. എന്തുകൊണ്ടല്ല? നേരത്തെ സമാനം പറഞ്ഞു. ഇത് ബ്രഹ്മം നിത്യനിവൃത്ത സ്വരൂപമാണ്. ഭ്രമമെന്ന് പറഞ്ഞാൽ ഏതാ? ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നിവൃത്തമായതാണ്. എവിടെ നിവൃത്തമായിരിക്കുന്നു? ബ്രഹ്മത്തിൽ. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ചല്ല മനസ്സിലാക്കുന്നത്, ബ്രഹ്മത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ബ്രഹ്മത്തിൽ അവസാനിപ്പിക്കുന്നു. അതാ കുഴപ്പം. ഭ്രമത്തിൽ നിന്ന് തുടങ്ങി ബ്രഹ്മത്തിൽ അവസാനിപ്പിക്കണം. തിരിച്ചാവും. ഭ്രമം പ്രത്യക്ഷ സിദ്ധമായ അനുഭവമായതുകൊണ്ട് അതിൽ തുടങ്ങും. എന്നിട്ട് എവിടെ അവസാനിപ്പിക്കണം? ബ്രഹ്മത്തിൽ അവസാനിപ്പിക്കണം. ബ്രഹ്മത്തിൽ അവസാനിച്ചാലോ ഭ്രമമില്ല. ഇനി ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി ചർച്ച വന്ന് ബ്രഹ്മത്തിൽ അവസാനിച്ചാലോ ഭ്രമത്തിൽ നിൽക്കും. ആണ് സാധാരണ പറ്റുന്ന അബദ്ധം. പൂർവക്ഷി അതാ ചെയ്യുന്നു. ബ്രഹ്മത്തിൽ തുടങ്ങിയിട്ട് ഭ്രമത്തിൽ വന്നിരിക്കുന്നു. സിദ്ധാന്തി എന്താ ചെയ്യുന്നത്? ഭ്രമത്തിൽ തുടങ്ങിയിട്ട് ബ്രഹ്മത്തിൽ പോയി നിൽക്കുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് നിത്യ നിവൃത്തമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മത്തിൽ അവിടെ എത്തുമ്പോൾ, ആ നിത്യ നിവൃത്തി എന്ന് പറയുന്ന തലത്തിലെത്തുമ്പോൾ ബ്രഹ്മത്തിൽ അവിദ്യ കർത്തൃത്വമില്ല, ഭ്രാന്തിയില്ല. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒന്നില്ലാത്തതുകൊണ്ട് അവിടെയില്ല അവിദ്യാകർത്തൃത്വവും ഭ്രാന്തിയും. എന്നുവെച്ചാൽ ജീവനും അതില്ല, ജീവനും അത് തന്നെയാണ്, ആ പരബ്രഹ്മം തന്നെയാണ്. അതിനടുത്ത് പറയുന്നത് നാന്യ അധോസ്തി വിജ്ഞാത. ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊരു ജീവനില്ല, വിജ്ഞാതാവില്ല. നാന്യ അധോസ്തി വിജ്ഞാതൃ. ഇനി ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളാണ് 3-ാം അധ്യായത്തിൽ. തത്വമസി അതിനെ നിഷേധിക്കുന്നു. ആത്മാനമേവ അവേ, തന്നെ തന്നെയാണ് അറിഞ്ഞത്. ഈ ജീവഭാവത്തിലിരിക്കുന്ന ആ പരബ്രഹ്മത്തെ തന്നെയാണ് അറിഞ്ഞത്. അഹം ബ്രഹ്മാസ്മി, ഇവിടെ തന്നെ അടുത്ത് പറയും. താൻ ആ തത്വമാണ്. അന്യോ അസോ അന്യോ അഹം അസ്മീതി ന സവേദ, അവന് ആ പരസ്പര ഭേദജ്ഞാനമില്ല. ഇത്യാദി ശ്രുതിഭ്യ, ധാരാളം ശ്രുതികൾ പറയുന്നുണ്ട്. ഇവിടെ തന്നിൽ ആ ഭ്രാന്തിയില്ല, തന്നിൽ അന്യമായ ഒന്നിനുമില്ല. അഹം സമസർവേഷു ഭൂതേഷു ഇതിൽ പറയുന്നു. അവിടെ ആ സർവാത്മഭാവത്തെ പറയുകയാണ്. സദാ സിദ്ധമായിരിക്കുന്ന സർവാത്മഭാവത്തെ അത് സാക്ഷാത്കരിച്ച ഒരാൾ പറയുകയാണ്. അഹം ആത്മാ ഗുഡാകേശ ഭൂതാസേ സ്ഥിതഃ ശുനി ചൈവ സ്വപാകേജ പണ്ഡിത സമദർശന. സർവാത്മഭാവം സർവത്ര. ആ ഏകത്വബോധം, ആ ഏകത്വബോധത്തെ നിരാകരിക്കാനൊന്നും തന്നെ ഇല്ല. യസ്തു സർവാണി ഭൂതാനി യസ്മിന് സർവാണി ഭൂതാനി ഇതിജ മന്ത്രവർണ്ണ. ഈശാവാസ്യത്തിലും പറയുന്നു ആ സർവാത്മഭാവത്തെക്കുറിച്ച്. അപ്പൊ ആ സർവാത്മഭാവം നിത്യസിദ്ധമാണ്. അവിടെ ഭ്രാന്തി നിത്യനിവൃത്തമാണ്. ഇതറിവ്, ഇതാണ് ആത്മബോധം എന്ന് പറയുന്നത്. അങ്ങനെ അറിയുന്ന ആ അറിവിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. നിത്യസിദ്ധമായിരിക്കുന്ന എന്താണ്? ആത്മബോധമല്ല. ആത്മാവ് നിത്യസിദ്ധമാണ്, ബ്രഹ്മം നിത്യസിദ്ധമാണ്, സദാത്മേകത്വം നിത്യസിദ്ധമാണ്. നിത്യസിദ്ധമാണെങ്കിലും അത് നിത്യസിദ്ധമാണെന്നറിയുന്നതിന് വേണ്ടി ഒരു അറിവ് വേണ്ടി വന്നു. അതാണ് ആത്മബോധം. ആത്മാവ് നിത്യസിദ്ധം. ആ നിത്യസിദ്ധമായിരിക്കുന്ന ആത്മാവിനെ ബോധിക്കുന്നതിനുള്ള ആ ബോധം ശ്രവണത്തിൽ നിന്ന് കിട്ടി. ശ്രവണജന്യം ആത്മബോധം. അപ്പൊ ആത്മബോധത്തിൽ ആത്മാവ് നിത്യസിദ്ധമായിരിക്കുന്നു. ആത്മബോധം, ആത്മാവിനെ നിത്യസിദ്ധമെന്ന് ബോധിപ്പിക്കുന്ന ആത്മബോധം, സർവാത്മത്വം നിത്യസിദ്ധമെന്ന് ബോധിപ്പിക്കുന്ന ആത്മബോധം,
അത് ആത്മാവിൽ നിന്ന് അന്യമല്ല. അതിന് വാർത്തകാരൻ പറയും, ചന്ദ്രനും അതിന്റെ ശീതതയും പോലെ. അങ്ങനൊരു കവിഭാവനയാണ്. ചന്ദ്രൻ ശീതമാണ്. ആ ശീതതയെ വസ്തുവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. അതുപോലെ ഈ പരമാർത്ഥ ബോധത്തെ പരമാത്മാവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. വേർതിരിക്കാൻ കഴിയുന്നെങ്കിൽ അഗ്നിയുടെ ഉഷ്ണം എങ്ങനെയാണോ അഗ്നിയെ സിദ്ധമായിരിക്കുന്നത്, അതുപോലെ ആത്യന്തികമായി ഈ പരമാത്മബോധവും നിത്യസിദ്ധമായി. അങ്ങനെയും പറയാം. പക്ഷെ അതിന് ബോധം വേണം, അറിവ് വേണം. ആ അറിവിനെയാണ് ഇവിടെ വർണ്ണിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരറിവ് ഏതൊരുവന്റെ അന്ധകരണത്തിലാണോ ഉണ്ടാകുന്നത് അവനെ സംബന്ധിച്ച് ആത്മൈവേദം സർവം നിത്യസിദ്ധമാണ്. താനൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. തത്വമസി നിത്യസിദ്ധമാണ്. അഹം ബ്രഹ്മാസ്മി നിത്യസിദ്ധമാണ്. ആ നിത്യസിദ്ധമായ അറിവിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അതിനാണ് അറിവെന്ന് പറയുന്നത്. അറിവെന്തിനു ഉപദേശിച്ചു? ആ ജീവന്റെ അറിവുണ്ടാകാൻ വേണ്ടിയിട്ട്. അഹം ആത്മാ ഗുഡാവേശ സർവഭൂതാശേഷിത. അതും ആ അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ആത്മാവിന്റെ ആ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ശൂനി ചൈവ ശുഭാഗീജ പണ്ഡിത സമദർശിന. ആ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനമായ വിഷയം അജ്ഞാനം ആത്മാവിൽ നിത്യനിവൃത്തമാണ്. അതുകൊണ്ട് ആത്മാവ് നിത്യമുക്തമാണ്. എന്തിരിക്കലും ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ഉപദേശത്തിന്റെയൊക്കെ ആവശ്യം വരുന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്ത് അത് തന്നെ ഇനി തുടരുകയും ചെയ്യും.